ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-350 PPF ആണ് കേട്ടോ. ഇത് ഫുൾ ബോഡി PPF ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 to 7 year ആണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ടാങ്ക്, അതുപോലെ ഈ സൈഡ് കവറ്, ബാക്ക് മഡ് ഗാർഡ്, സ്പീഡോമീറ്റർ, ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് മഡ് ഗാർഡ്, ഇത്രയും പോർഷനാണ് നമ്മൾ PPF കവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്സിൻ്റെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് 35 to 30% IR റിഡക്ഷനുള്ള ഫിലിമാണ് ഇതിന് ചെയ്യാൻ പോകുന്നത്. ചെയ്തിട്ടില്ല, വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുപോലെ ടൈൽ ലാമ്പ് ലൈറ്റ് സ്മോക്കാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ ഈ ബാഡ്ജ് കാര്യങ്ങളൊക്കെ സ്മോക്ക് ചെയ്യും. പിന്നെ ഫ്രണ്ട് ബാഡ്ജ് സ്മോക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ മിററുണ്ട്. അതുപോലെ ഹാൻഡിലിൻ്റെ ഈ ഉൾഭാഗം ഉണ്ടല്ലേ, ഇവിടെയാണ് കൂടുതൽ സ്ക്രാച്ച് വരുന്നത്. അപ്പം ഈ ഭാഗത്ത് PPF ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് 4 ഡോർ ഹാൻഡിൽ അങ്ങനെ PPF. ഇന്നിപ്പോൾ രാവിലെ മുതൽ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തെ വർക്കുകളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ വണ്ടിയുടെയൊക്കെ പെൻഡിങ് ഉള്ള വർക്കുകളാണ് കിടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ് കിടക്കുന്ന വർക്കാണ്. ഇതിൻ്റെ 35% ഹീറ്റ് കട്ടുള്ള ഫിലിമാണ് ചെയ്തേക്കണേ. നമ്മുടെ റിറ്റ്സിൻ്റെ ഫ്രണ്ട് ലോഗോ ഡീക്രോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സൺഫിലിമിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് 35% ആണ് വിസിബിലിറ്റി. അതുപോലെ ഇതിൻ്റെ IR റിഡക്ഷൻ എന്ന് പറയുന്നത് 30% ആണ് ഇതിൻ്റെ IR റിഡക്ഷൻ. അത് പുറത്തുനിന്ന് വണ്ടിയുടെ അകത്തേക്ക് വരുന്ന ചൂട് 30% കട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ റിറ്റ്സിൻ്റെ ലെഫ്റ്റ് സൈഡ് ടൈൽ ലാമ്പ് നമ്മൾ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായോ? കണ്ട, ഇത് സ്മോക്ക് ചെയ്തത് സ്മോക്ക് ചെയ്യാത്തത് എസിൻ്റെ ലോഗോ. അപ്പം റിറ്റ്സിൻ്റെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിററാണ്. മിറർ ഇപ്പോൾ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇത് മാറ്റ് ബ്ലാക്ക് ആണ് ഇതിനകത്തുള്ളത്. കമ്പനി വരുന്ന ഫൈബർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ഗ്ലോസി ബ്ലാക്ക് അടിച്ച് വെക്കാൻ പോകുന്നു. അപ്പോൾ C3യുടെ ഈ PPF കോട്ടിങ് നിങ്ങൾക്ക് 5 വർഷത്തേക്ക് നിങ്ങളുടെ പെയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും. PPFൻ്റെ മെയിൻ 3 അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് നിങ്ങളുടെ വണ്ടിയിൽ വരുന്ന സ്ക്രാച്ചുകൾ കാര്യങ്ങൾ എല്ലാം PPF പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഒരു 20 മൈക്രോൺ വരെയുള്ള സ്ക്രാച്ചുകളാണെന്നുണ്ടെങ്കിൽ സെൽഫിയിലാവും. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് തുടക്കുമ്പോഴും വരുന്ന ചെറിയ സ്ക്രാച്ചുകൾ സെൽഫീലിംഗ് ആവുന്ന ഒരു ടെക്നോളജിയും ഈ PPFലുണ്ട്. അതായത് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സ്ക്രാച്ചുകളൊക്കെ വെയിൽ കൊള്ളുമ്പോൾ ഹീറ്റായിട്ട് ഓട്ടോമാറ്റിക് ഇതിനകത്ത് ഹീലായി പോകുന്നു. പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോഫോബിക് എഫക്റ്റ് ആണ്. അതായത് വെള്ളം കാര്യങ്ങളും പിടിക്കില്ല. നമ്മുടെ സെറാമിക് ചെയ്ത പോലെ തന്നെ വെള്ളം കാര്യങ്ങൾ ഒന്നും പിടിക്കില്ല. പിന്നെ അതുപോലെ തന്നെ വാഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഷൈനിങ്.
അപ്പോൾ നിലവിലുള്ള നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ആ ഒരു ഷൈനിങ്ങിനേക്കാളും ഒരു 30-50% കുറച്ചും കൂടി PPF ചെയ്തിട്ടുണ്ടെങ്കിൽ ഷൈനിങ് എൻഹാൻസ് ചെയ്യും ഇതിൻ്റെ. അപ്പോൾ ആരെങ്കിലും വണ്ടിക്ക് ഇതുപോലെ PPF ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഇതാണ്. അപ്പോൾ 100ൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ടാങ്ക്, സൈഡ് കവർ, ബാക്ക് മഡ് ഗാർഡ്, അതുപോലെ ഫ്രണ്ട് മഡ് ഗാർഡ്, സ്പീഡോമീറ്റർ, ഹെഡ്ലൈറ്റ്, അങ്ങനെ എല്ലാ പോർഷനും PPF കവർ ചെയ്തിട്ടുണ്ട് നിലവിൽ.